നമസ്കാരം. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതരുടെ കുടുംബ സംഗമത്തിന് നേരെയുള്ള ആക്രമണം അഴിച്ചുവിട്ട തോക്കുധാരികളിൽ ഒരാളെ കീഴ്പ്പെടുത്തിയ വഴിയാത്രക്കാരൻ ഹീറോയായി. ഒരു മരത്തിന് പിന്നിൽ പതുങ്ങിയിരുന്ന് ഉന്നം പിടിക്കുകയായിരുന്ന അക്രമിയെ പിന്നിലൂടെ എത്തിയാണ് ധീരനായ വഴിയാത്രക്കാരൻ കീഴ്പ്പെടുത്തിയത്. അതിവേഗത്തിൽ തോക്കു കൈവശപ്പെടുത്തി റൈഫിൾ അക്രമിയുടെ നേർക്ക് ചൂണ്ടി. അക്രമിയെ പിന്നിൽ നിന്ന് ആക്രമിച്ചു കീഴടക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പ്രാദേശിക സമയം വൈകുന്നേരം 6:30, അതായത് ഇന്ത്യൻ സമയം 3:27 രണ്ട് തോക്കുധാരികൾ ബോണ്ടി ബീച്ചിൽ വെടിവെപ്പ് ആരംഭിച്ചതോടെയാണ് സ്ഥലത്ത് വലിയ ഭീകരാന്തരീക്ഷം ഉടലെടുത്തത്. 15 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് ഈ സാഹസിക ദൃശ്യങ്ങളുള്ളത്. നിരായുധനായ ഈ വ്യക്തി ആദ്യം പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് പിന്നിൽ ഒളിച്ചുനിന്ന് അക്രമിയുടെ നീക്കം നിരീക്ഷിച്ചു. തുടർന്ന് മരത്തിന് പിന്നിൽ ഒളിച്ചുനിന്ന അക്രമിയുടെ അടുത്തേക്ക് പിന്നിലൂടെ അതിവേഗം ഓടിയെത്തി. നിമിഷ നേരം കൊണ്ട് ഇയാൾ അക്രമിയെ കഴുത്തിന് പിടിച്ച് നിലത്തേക്ക് തള്ളിയിടുകയും റൈഫിൾ കൈക്കലാക്കുകയും ചെയ്തു. റൈഫിൾ കൈക്കലാക്കിയ ശേഷം തോക്കുധാരിക്ക് നേരെ തിരിച്ചു പിടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അക്രമി എഴുന്നേറ്റ് നടന്നുപോയപ്പോൾ ഈ ധീരൻ തോക്ക് താഴെയിടുകയും ചെയ്തു. ജൂത ആഘോഷമായ ഹനുക്കായെ ലക്ഷ്യമിട്ട് മാസങ്ങളായി ആസൂത്രണം ചെയ്ത ആക്രമണമാണിതെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ന്യൂസ് 8 ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ വാർത്തകളെല്ലാം. കുട്ടികളുടെ കളിസ്ഥലത്തിന് സമീപമുള്ള ബോണ്ടി ബീച്ച് പാർക്കിൽ നടന്ന ഹനൂക്ക പരിപാടിയാണ് പ്രധാനമായും അവർ ലക്ഷ്യമിട്ടത്. ആക്രമണത്തിൽ 3 തരം ആയുധങ്ങൾ ഉപയോഗിച്ചതായും അക്രമികൾ വെടിയുണ്ടകൾ നിറച്ച ബെൽറ്റുകൾ ധരിച്ചിരുന്നതായും ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെടിവെപ്പിൽ കുട്ടികൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരടക്കം 10 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സംഭവസ്ഥലത്ത് 26 യൂണിറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, തീവ്രപരിചരണ വിഭാഗം ഉൾപ്പെടെയുള്ള പ്രത്യേക ദൗത്യ സംഘങ്ങൾ എന്നിവ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തി. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിരവധി ബീച്ചുകൾ ഉള്ളതിനാൽ ഏറ്റവും പ്രശസ്തമാണ് ബോണ്ടി ബീച്ച്. ആയിരക്കണക്കിന് പേരാണ് ഉല്ലാസത്തിനായി ഈ ബീച്ചിൽ എത്തുന്നത്. എന്നും ആഹ്ലാദം നിറഞ്ഞ ബീച്ചാണ് ഇത്. ഇവിടെ സമാധാനപരമായി സമയം ചെലവഴിക്കാനും നീന്താനും സർഫ് ചെയ്യാനും ബീച്ച് വോളിബോൾ കളിക്കാനും ഒക്കെ ആളുകൾ എത്തുന്നുണ്ട്. സൺബാത്തിനായി ആൾക്കാർ ബീച്ചിലെ മണ്ണിൽ മണിക്കൂറുകൾ കിടക്കുന്നതും പതിവാണ്. ഓസ്ട്രേലിയയിലെ പഴക്കം ചെന്ന ബീച്ചുകളിൽ ഒന്നുകൂടിയാണ് ബോണ്ടി. ഇങ്ങനെ ഓസ്ട്രേലിയക്കാരുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായ ബീച്ചിലാണ് ഇന്ന് ഭീകരത അഴിഞ്ഞാടിയിരിക്കുന്നത്. എന്തായാലും 12 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. പ്രാദേശിക സമയം വൈകിട്ട് 6:45 വെടിവെപ്പുണ്ടായത്. നൂറുകണക്കിന് ജൂതന്മാർ കടൽ തീരത്ത് ഒത്തുകൂടിയ സമയത്തായിരുന്നു വെടിവെപ്പ് നടന്നത്. പരിക്കേറ്റ നിരവധി പേർ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം ബോണ്ടി ബീച്ചിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പോകരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പോലീസും എമർജൻസി റെസ്പോൺസ് ടീമും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. സംഭവത്തിൽ 2 ഷൂട്ടർമാരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് പറഞ്ഞു. ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നത് അനുസരിച്ച് ഏകദേശം 50 റൗണ്ട് വെടിവെച്ചു. കറുത്ത വസ്ത്രം ധരിച്ച 2 പേരാണ് വെടിവെച്ചത്. ആളുകൾ നിലവിളിക്കുകയും ചിതറിയോടുകയും ചെയ്തതോടെ ഇരുവരും തുടരെ വെടിവെച്ചുകൊണ്ടിരുന്നു. ബോണ്ടിയിലെ സംഭവം ഞെട്ടിക്കുന്നതും വേദനാജനകവുമാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കുകയും ചെയ്തു. മുമ്പ് മാഞ്ചസ്റ്ററിൽ ജൂതപ്പള്ളിയിൽ വെച്ച് 2 പേരെ കുത്തിക്കൊന്നത് സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽ ഷാമി എന്ന 35-കാരനായിരുന്നു. അന്ന് ജൂത പുണ്യദിനമായ യോം കിപ്പൂർ ദിനത്തിലായിരുന്നു ഈ ഭീകരാക്രമണം ഉണ്ടായത്. അന്ന് ഹീറ്റൺ പാർക്ക് സിനഗോഗിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. സിനഗോഗിന് വെളിയിൽ നിന്ന് ആളുകൾക്കിടയിലേക്ക് കാറോടിച്ചു കയറ്റിയ ഷാമി പിന്നീട് ഒരാളെ കുത്തിക്കൊല്ലുകയായിരുന്നു.